ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമീൻ വെച്ചിട്ട് ഒരു കറിയാണ്. അതിന് വേണ്ടത് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് സ്രാവ് ഉണങ്ങിയതാണ് എടുത്തിരിക്കുന്നത്. നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് കഴുകി വെച്ചേക്കുന്നത്. ഇനി ഇത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി കുറച്ച് വേണം, പിന്നെ ഗാർലിക് വെളുത്തുള്ളി കുറച്ച് വേണം, ജിഞ്ചർ ഇഞ്ചി കുറച്ച് വേണം, ഗ്രീൻ ചില്ലി പച്ചമുളക് കുറച്ച് വേണം. ഇത്രയും നമ്മൾ എടുത്തു വെക്കണം. ഇതിൽ ഇഞ്ചി മാത്രം ഒന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാനുണ്ട്. പിന്നെ ഇത് പച്ചക്കറി എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പൊട്ടറ്റോ 1 പൊട്ടറ്റോ. പിന്നെ നമ്മൾ ബ്രിഞ്ചോൾ എടുത്തിട്ടുണ്ട്, വഴുതലങ്ങ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കായ, നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന കായയാണ്. കായ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ, ടാമറിൻഡ് പുളി കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പൗഡേർഡ് ഐറ്റം നമുക്ക് വേണ്ടത് മുളക് പൊടി. ഇവിടെ 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാലപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി. അത് നിങ്ങൾക്ക് ഏത് മസാലപ്പൊടി വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി നമ്മൾ ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് കറിക്ക് വേണ്ടത്. പിന്നെ കറിവേപ്പില. ഇതിൽ ഉപ്പ് ഇടുന്നില്ല, ഉണക്ക മീനായതുകൊണ്ട് നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നതേ ഇല്ല. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഫിഷും കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. നമ്മൾ ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക്, ഉലുവ, പെരിഞ്ചീരകം ഇത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളി എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉണക്കമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി, ജിഞ്ചർ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ഒരു 2 മിനിറ്റ്സ് എങ്കിലും ഫ്രൈ ചെയ്യണം. നമ്മൾ ഉള്ളി കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ടേക്കുന്നത്. വെളുത്തുള്ളി 2ആയിട്ട് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്, പച്ചമുളകും 2ആയിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും ഇട്ട് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. തക്കാളിയുടെ പച്ച ആ ടേസ്റ്റൊക്കെ പോകുന്നത് വരെ നല്ലോണം ഇതെല്ലാം ഫ്രൈ ചെയ്ത് ഒരു 3 മിനിറ്റ്സും കൂടെ നല്ലോണം നമുക്ക് എല്ലാം ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ തക്കാളി എല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൗഡേർഡ് ഐറ്റം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം കുറച്ച് കായം പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ടോ കുറച്ച് കായം പൊടിയും കൊടുത്തിട്ട് ഇനി ഇത് നല്ലോണം നമുക്ക് ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൗഡേർഡ് ഐറ്റമൊക്കെ ആഡ് ചെയ്ത് നമുക്കൊരു 2 മിനിറ്റ്സ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, അതായത് വഴുതലങ്ങ, പിന്നെ കായ, ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന കായാണ് കട്ട് ചെയ്ത് കണ്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങാക്കോല ഉണ്ടെങ്കിലും അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഈ 3 പച്ചക്കറിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കാം. മസാല എല്ലാം നല്ലോണം വെജിറ്റബിൾസിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം, വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്, വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തിട്ട് കാണാം.
എന്നിട്ട് ഒരു 90% കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഡ്രൈ ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത പച്ചക്കറി എല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഫിഷ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ പാൽ സ്രാവാണ് എടുത്തിരിക്കുന്നത്. സ്രാവ് നല്ലോണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ പീസസായി കട്ട് ചെയ്ത് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിലേക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉണക്ക സ്രാവ് വെച്ചിട്ടുള്ള ഡ്രൈ ഫിഷ് വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വെജിറ്റബിൾസും എല്ലാം മിക്സ് ചെയ്തതുകൊണ്ട് നല്ല അതിൻ്റെ ഫ്ലേവറും എല്ലാം ഉണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.